ഹലോ ഗായ്സ് വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ. മാർക്കറ്റിൽ നല്ലൊരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് എന്താണ് ബെസ്റ്റ് ട്രേഡിംഗ് പ്ലാൻ എന്നത് നോക്കാം. അതിനു മുമ്പ് മാർക്കറ്റിൻ്റെ ഓവറോൾ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഹയർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ എക്സ്പയറി ഡേ ആയ വ്യാഴാഴ്ച നിഫ്റ്റിയിൽ നല്ലൊരു ഷാർപ്പ് ബൈയിങ് തന്നിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫ്രൈഡേ മാർക്കറ്റിൽ നമ്മൾ നോക്കിയ ട്രേഡിംഗ് പ്ലാൻ എങ്ങനെ വർക്കായി എന്ന് ഫസ്റ്റ് നോക്കാം. ഫ്രൈഡേ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്തത് ഒരു സെല്ലിംഗ് സൈഡും ഒരു ബൈയിങ് സൈഡും ട്രേഡാണ് നമ്മൾ പ്രധാനമായിട്ടും എക്സ്പെക്റ്റ് ചെയ്തത്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു സെല്ലിംഗ് ആണ് ഫസ്റ്റ് തരുന്നതെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വ്യാഴാഴ്ച ബൈയിങ്ങിൻ്റെ ഒരു പകുതിയോളം കൺസ്യൂം ചെയ്തിട്ടുള്ള ഒരു സെല്ലിംഗ് ആണ് ഫസ്റ്റ് തരുന്നത്. നമുക്കൊരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. കാരണം മാർക്കറ്റിലൊരു ഫുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത്. ഇനി അതല്ല മാർക്കറ്റിൽ ബൈയിങ് സൈഡ് പോവുകയാണെങ്കിൽ തന്നെയും മാർക്കറ്റിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ മാർക്കറ്റ് ഫസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് സെല്ലിംഗ് സൈഡ് പോയെങ്കിലും വലിയൊരു സെല്ലിംഗ് ഒന്നും അവിടെ കാണാൻ പറ്റില്ല. ഒരു വീക്ക് സെല്ലിംഗ് കാണിച്ചിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയിട്ട് പിന്നെ മാർക്കറ്റ് ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിരുന്നു വെള്ളിയാഴ്ച മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് വെള്ളിയാഴ്ച കിട്ടിയിരുന്നില്ല. പിന്നെ ശനിയാഴ്ച വെറും 2 മണിക്കൂറേക്ക് മാത്രം മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു. അത് ഇന്നത്തെ ദിവസം ക്ലോസ് ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ സെക്ഷനാണ്. പക്ഷെ അതിൽ സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം വോളിയം കുറവായിരിക്കും. ഇത്തരം 2 മണിക്കൂറേക്കൊന്നും ട്രേഡേഴ്സൊന്നും അധികം ആൾക്കാരും മാർക്കറ്റിൽ വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ വോളിയം വളരെ കുറവായിരിക്കും. സോ ആ ഒരു മാർക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ശനിയാഴ്ചത്തെ ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇനിയിപ്പം മാർക്കറ്റിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വീക്കിൽ ഒരു ഷാർപ്പ് സെല്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു റിക്കവറി മോഡിൽ വന്നിട്ടുണ്ട്. ഇപ്പം നിഫ്റ്റിയിൽ തന്നെ ഒരു 50% മുകളിൽ റിക്കവറി ആയിട്ടുണ്ട്. ശനിയാഴ്ച നോക്കുകയാണെങ്കിൽ 22,500 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതൊരു പോസിറ്റീവാണ്. എനിവേ നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് ഇന്ന് എലക്ഷൻ ആയിരുന്നു. ഒരു 5ാമത്തെ ഫേസാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇനിയും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എലക്ഷൻ റിസൾട്ട് വരാൻ ബാക്കിയുള്ളൂ. സോ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ട്രേഡ് മുമ്പോട്ട് പോവുക. FIAയുടെ സെല്ലിങ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ശനിയാഴ്ച FIA DAയും സെല്ലിംഗ് സൈഡാണ് ഉണ്ടായത്. വളരെ ചെറിയ ക്വാണ്ടിറ്റി മാത്രമേ അവരുടെ സെല്ലിങ് അന്നത്തെ ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത ദിവസത്തേക്ക് എന്താണ് ബെസ്റ്റ് ട്രേഡ് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമുക്ക് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ്, അതായത് മാർക്കറ്റ് ഒരു ഷാർപ്പ് അപ്സൈഡ് ഇപ്പോഴും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം അധികവും ആൾക്കാരും ഒരു പുതിയ പൊസിഷൻ എടുക്കണമെങ്കിൽ അത് ഇലക്ഷനും ശേഷം മാത്രമായിരിക്കും ആളുകൾ ഒരു ബൈയിങ് സൈഡ് ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് വാങ്ങുന്നതുണ്ടെങ്കിലും അവർ ബൈയിങ് സൈഡ് എടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ഷന് മാത്രമേ പ്ലാൻ ചെയ്യൂ. പിന്നെ അത്യാവശ്യം ആൾക്കാർ പ്രോഫിറ്റ് ബുക്കിങ്ങും നടത്തിക്കൊണ്ടിരിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ ഇന്നത്തെ ഇലക്ഷനിലും മഹാരാഷ്ട്രയിൽ ഒരു വോട്ടിംഗ് പെർസെൻറ്റേജ് വളരെ കുറവാണ് എന്നാണ് ഇന്നത്തെ ന്യൂസിൽ കാണാൻ പറ്റിയ ഏറ്റവും കുറവ് മഹാരാഷ്ട്രയിലാണ്. സോ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഇപ്പോഴും ഒരു മാർക്കറ്റിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു അൺസർട്ടിനിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഷാർപ്പ് ബൈയിങ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത നാളത്തേക്ക് വേണ്ടി ഒരു സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്ലാൻ ചെയ്യാം. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴോട്ട് വരികയാണെങ്കിൽ സാധാരണ നമ്മളിവിടെ ഒരു റിവേഴ്സൽ പ്ലാൻ ചെയ്യുന്നു. ഇന്ന് റിവേഴ്സൽ നമ്മളെ ഒഴിവാക്കിയിട്ട് സെല്ലിംഗ് സൈഡാണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റീടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ ലോവർ ലെവലിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ നമുക്കൊരു സെല്ലിംഗ് സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് നോക്കുന്നത് ഫസ്റ്റ്. ഇനി അതെല്ലാം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഹയർ ലെവലിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെങ്കിൽ മാർക്കറ്റ്
ഒരു അപ്സൈഡ് ആണ് മൂവ്മെൻറ്റ് ഫസ്റ്റ് തരുന്നെങ്കിൽ നമുക്കൊരു വീക്ക്നെസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവിടെ ഒരു സെൽ സൈഡ് ആയി. സോ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ബോത്ത് ഞാൻ പറയുന്ന അടുത്ത ട്രേഡിംഗ് സെഷനിൽ രണ്ട് സൈഡും ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഏറ്റവും ബെസ്റ്റ് പോസിബിലിറ്റി. കാരണം മാർക്കറ്റിൽ ഒരു റീട്രേസ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ഷാർപ്പ് ബൈയിങ് സൈഡും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഒരു സെല്ലിംഗ് സൈഡ് ആയിരിക്കും അടുത്തത് ഏറ്റവും ബെസ്റ്റ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നിങ്ങൾക്ക് ട്രേഡിംഗ് ഒഴിവാക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. എലക്ഷൻ്റെ റിസൾട്ട് വരുന്നത് പോലെ നിങ്ങൾക്കിവിടെ വ്യാഴാഴ്ച കാണാൻ പറ്റും ഒരു ഈ ഒരു ലാസ്റ്റ് ഒരു 30 മിനിറ്റോളം മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ്. സോ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റുകളും വാളറ്റൈലിറ്റിയും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. വിക്സ് ഇപ്പോഴും 20ൽ തന്നെയാണ് ഇന്ത്യ വിക്സ്. അതുകൊണ്ട് തന്നെ ഇത്തരം മാർക്കറ്റ് വളരെ വാളറ്റൈലായിരിക്കും. സോ ശ്രദ്ധിച്ച് മാത്രം ട്രേഡ് ചെയ്യുക. മാക്സിമം ട്രേഡ് ഒഴിവാക്കുകയാണ് നല്ലത്. നിങ്ങൾക്ക് ഇലക്ഷന് ശേഷം എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ ഇലക്ഷന് വരെ വെയിറ്റ് ചെയ്യുക. ഇലക്ഷൻ്റെ റിസൾട്ടിന് ശേഷം പുതിയ എൻട്രികൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുവരെ നിങ്ങൾ കാത്തിരിക്കാൻ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. സോ ഇത് തന്നെയാണ് എനിക്ക് ഈ വീഡിയോയിൽ കൂടുതൽ പറയാനില്ല. കാരണം നാളത്തെ മാർക്കറ്റ് നോക്കിയിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. എനിവേ നമ്മൾ ബൈയിങ് സൈഡ് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് സെല്ലിംഗ് സൈഡാണ് ഏറ്റവും ബെസ്റ്റ് ട്രേഡ് എന്നാണ് തോന്നുന്നത്. സോ നാളത്തെ മാർക്കറ്റ് നമുക്ക് സെല്ലിംഗ് സൈഡ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ട്രേഡ് ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഒരു ട്രേഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ മാത്രം ട്രേഡ് ചെയ്യുക. അങ്ങനെ മാത്രമേ നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റുകയുള്ളൂ. സോ നമുക്ക് എന്തായാലും നാളത്തെ മാർക്കറ്റ് നോക്കി അതിൻ്റെ വിശദമായിട്ട് നാളത്തെ വൈകുന്നേരത്തെ വീഡിയോയിൽ നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.